ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് പൂജാമുറി എന്നുള്ളത്. നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പൂജാമുറി ഒരുക്കുമ്പോൾ പലപ്പോഴും പലതരത്തിലുള്ള തെറ്റുകളും അതിന്മേൽ വന്ന് ഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിത് പലപ്പോഴും അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു പൂജാമുറി ഒരുക്കുമ്പോൾ അവിടെ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലാതെ ചെയ്യുന്ന തെറ്റുകൾ ഏതെങ്കിലും വിധത്തിലൊരു മഹാദോഷത്തെ നമ്മിലേക്ക് കൊണ്ടുവരും എന്നർത്ഥമൊന്നുമില്ല. കാരണം നിലവിളക്ക് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ എങ്ങനെ തെളിച്ചാലും അതിൽ നിന്ന് കൃത്യമായും ഐശ്വര്യം നമുക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ പൂജാമുറി ഒരുക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ, വേണ്ടത്ര ഗുണം ആ ഒരു പൂജാമുറിയിൽ വിളക്ക് തെളിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. ഒരു പൂജാമുറിയിൽ നമ്മൾ പ്രധാനമായി വരുത്തുന്ന തെറ്റ്, ഏതൊക്കെ ചിത്രങ്ങൾ ആ ഒരു പൂജാമുറിയിൽ നിർബന്ധമായും വെച്ചിരിക്കണം എന്നുള്ളതിൽ ഉള്ള അറിവില്ലായ്മയാണ്. പൂജാമുറി ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ വളരെ മനോഹരമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൂജാമുറിയിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടുന്ന ചില ചിത്രങ്ങളെ കുറിച്ചാണ്. ആ ഒരു ചിത്രങ്ങൾ അലങ്കരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അത് നമ്മുടെ പൂജാമുറിയിൽ വെച്ചതിന് ശേഷം നമ്മൾ ദിനവും വിളക്ക് തെളിക്കുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് കൂടുതലായിട്ട് ഐശ്വര്യം കടന്നു വരുന്നതാണ്. അതുവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ദുഃഖ ദുരിതങ്ങളൊക്കെ തന്നെ ക്രമേണ അതിൽ ഒരു ഇറക്കം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിർബന്ധമായും നമ്മുടെ ആ ഒരു പൂജാമുറിയിൽ വെക്കേണ്ടുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ഒരു ഗൃഹത്തിലേക്ക് ആവശ്യമായ സകല പോസിറ്റീവ് ഊർജവും ഉദയം ചെയ്യുന്ന ആ ഒരു ഗൃഹത്തിന്റെ പ്രത്യേക ഭാഗമാണ് ആ വീട്ടിലെ പൂജാമുറി എന്നുള്ളത്. നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു പൂജാമുറി ഒരുക്കുമ്പോൾ ആ പൂജാമുറിയിൽ നിർബന്ധമായിട്ടും നമ്മൾ വെക്കേണ്ടുന്നതായ ചിത്രങ്ങളുണ്ട്. അതിൽ പരമപ്രധാനം എന്നുള്ളത് ആ ഒരു ഗണപതിയുടെ ചിത്രമാണ്. ഗണപതി ഭഗവാന്റെ ഈ ഒരു ചിത്രം നമ്മുടെ പൂജാമുറിയിൽ വെച്ചതിന് ശേഷം ദിനവും അതിനു മുന്നിലാണ് നമ്മൾ വിളക്ക് തെളിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ പറയേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും ഉന്മൂലനം ചെയ്യുന്ന, അല്ലെങ്കിൽ തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് നമ്മെ അനുഗ്രഹിക്കാൻ ശേഷിയുള്ള ഈ ഒരു വിഘ്നവിനായകനാണ് നമ്മൾ പ്രഥമ സ്ഥാനം നമ്മുടെ പൂജാമുറിയിൽ കൽപ്പിക്കേണ്ടത്. വിഘ്നേശ്വരന്റെ ചിത്രം വെക്കാതെ ഒരു പൂജാമുറി ആവുകയില്ല. നമ്മുടെ ജീവിതത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന എല്ലാവിധ തടസ്സങ്ങളും നീങ്ങിപ്പോയാൽ തന്നെ നമ്മുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുമല്ലേ. ഇനി രണ്ടാമതായിട്ട് നമ്മൾ നിർബന്ധമായും നമ്മുടെ ആ ഒരു പൂജാമുറിയിൽ വെക്കേണ്ടുന്ന ഒരു ചിത്രമാണ് മഹാലക്ഷ്മിയുടെ ആ ഒരു ചിത്രം എന്നുള്ളത്. നമ്മുടെ ഗൃഹത്തിലേക്ക് ആവശ്യമായ ഐശ്വര്യവും ധനധാന്യ സമൃദ്ധിയും ഈ ഒരു മഹാലക്ഷ്മി നമുക്ക് സമ്മാനിക്കും. താമരപ്പൂവില് ഉപവിഷ്ടയായിട്ടുള്ള ആ ഒരു ലക്ഷ്മി ദേവിയുടെ ചിത്രമാണ് നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ സ്ഥാപിക്കേണ്ടത്. നിൽക്കുന്നതായിട്ടുള്ള ആ ഒരു മഹാലക്ഷ്മി ദേവിയുടെ ചിത്രം നമ്മുടെ പൂജാമുറിയിൽ വെക്കുവാൻ പാടില്ല. താമരപ്പൂവിൽ ഉപവിഷ്ടയായി നമ്മെ അനുഗ്രഹിക്കുന്ന ആ ഒരു ഭാവത്തിലുള്ള ലക്ഷ്മി ദേവിയുടെ ചിത്രമാണ് നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ വെക്കുവാൻ. മൂന്നാമതായിട്ട് നിർബന്ധമായും നമ്മുടെ ആ ഒരു പൂജാമുറിയിൽ വെക്കേണ്ടുന്ന ഒരു ചിത്രമാണ് പരമേശ്വരന്റെ ആ ഒരു ചിത്രം. പരമേശ്വരന്റെ ചിത്രം നമ്മൾ പൂജാമുറിയിൽ വെക്കുമ്പോൾ ശിവകുടുംബത്തിന്റെ ചിത്രം വെക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പാർവതി, പരമേശ്വരൻ, അതിനോടൊപ്പം തന്നെ സുബ്രഹ്മണ്യൻ, ഗണപതിയും, ഇങ്ങനെ ശിവകുടുംബമായിട്ടുള്ള ആ ഒരു ചിത്രം നമ്മുടെ പൂജാമുറിയിൽ സ്ഥാപിക്കുമെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിന്റെ കെട്ടുറപ്പിനെ സദാ ഉറപ്പിക്കുമെന്നുള്ളതാണ്. കുടുംബ ഐക്യത്തെ വളർത്തുകയും അംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവും സഹകരണവും സഹവർത്തിത്വവും വളരുന്നതിനും വർദ്ധിക്കുന്നതിനും അത് കാരണമായി തീരുകയും ചെയ്യും എന്നതാണ് നിലനിൽക്കുന്ന വിശ്വാസം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 ചിത്രങ്ങൾ അടിസ്ഥാനപരമായി അല്ലെങ്കിൽ നിർബന്ധമായും നമ്മുടെ ആ ഒരു പൂജാമുറിയിൽ ഉണ്ടായിരിക്കണം. ഇതിനു പുറമെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു ദേവന്റെയും ദേവിയുടെയും ആ ഒരു ചിത്രം നിങ്ങൾക്ക് നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് ആരാധനയുടെ ഭാഗമാകാവുന്നതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു 3 ചിത്രങ്ങളും പിന്നെ നിങ്ങളുടെ ആ ഒരു ഇഷ്ട ദേവന്റെ ആ ഒരു ചിത്രവും മാത്രം വെച്ച് നമ്മളുടെ ഗൃഹത്തിൽ നിരന്തരം വിളക്ക് തെളിച്ചതിന് മുന്നിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ പോലും ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ഉയർച്ചയും സമൃദ്ധിയും നിറവും ഐശ്വര്യവും ഒക്കെ തന്നെ കൈവരുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഏകദേശം ഒരു 6 മാസം നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ ഈ വിധം ചിത്രങ്ങളെല്ലാം വെച്ച് നിരന്തരമായി വിളക്ക് തെളിക്കുമെങ്കിൽ 6 മാസം മുൻപ് എപ്രകാരമായിരുന്നോ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ കുടുംബം, അതിനേക്കാളൊക്കെ ഇരട്ടിയിലധികം ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും ഒക്കെ തന്നെ നമ്മുടെ ഗൃഹത്തിലേക്ക് കൈവന്നിട്ടുണ്ടാകും. ഇനി നിർബന്ധമായും നമ്മുടെ ആ ഒരു പൂജാമുറിയിൽ നിന്ന് ഒഴിവാക്കേണ്ടുന്ന ഒരു സംഗതിയുണ്ട്.
നമ്മുടെയോ നമ്മുടെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ നമ്മളുടെ മരണപ്പെട്ടു പോയ പിതൃക്കന്മാരുടെയോ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ മരണപ്പെട്ടു പോയ മറ്റാരുടെയെങ്കിലുമോ ചിത്രം ഈ പറയുന്ന ആ ഒരു പൂജാമുറിയിൽ ദൈവത്തിന്റെ ചിത്രത്തിനൊപ്പം വെച്ച് ആരാധന നടത്തുകയോ അല്ലെങ്കിൽ വിളക്ക് തെളിക്കുകയോ ചെയ്യുന്നത് പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. മരണപ്പെട്ടവരുടെയും നമ്മുടെയും മറ്റാരുടെയും ചിത്രങ്ങൾ പൂജാമുറിയിൽ വയ്ക്കുവാനേ പാടില്ല. ഇത് ആ ഒരു ഗൃഹത്തിലേക്ക് നെഗറ്റീവ് എനർജിയെ കൂടുതലായി വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി തീരും. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പാലിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ ഐശ്വര്യപൂർണ്ണമായി തീരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വെച്ച് പുലർത്തേണ്ടതില്ല. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.